സഹിക്കാൻ പറ്റുന്നില്ല. മോക്ക് നല്ല വയറുവേദനയുണ്ടെന്ന്. എന്താ പറ്റി? അറിയില്ല ഭാവന. ആവശ്യമില്ലാത്ത ചടങ്ങുകളൊക്കെ അല്ലേ നീ മനസ്സിനെ കൊണ്ട് ചെയ്യിച്ചേ? ആ കുട്ടിയുടെ ശരീരം ഇളകിയിട്ടുണ്ടാവും. ദേവേട്ട വെറുതെ ദൈവകോപം പറയല്ലേ. ആവശ്യമില്ലാത്തത് ചെയ്യിച്ചെന്ന് ദേവേട്ടനോട് ആരാ പറഞ്ഞേ? ഭാവനയോ അതോ സൂര്യയോ? ഇവര് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്കിളെ വെറുതെ ഒരു സംസാരം വേണ്ട. മാനസിക്ക് നല്ല പെയിൻ ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. മനസ്സാ എഴുന്നേക്ക്. സൂക്ഷിച്ചു നടക്ക. പെട്ടെന്ന് ഇങ്ങനെ പെയിൻ ഉണ്ടാവാൻ എന്താ കാര്യം? പതിവില്ലാത്ത എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല ഡോക്ടർ, സാധാരണ കഴിക്കുന്ന പോലുള്ള ആഹാരങ്ങളെ കഴിച്ചുള്ളൂ. വെള്ളം കുടിക്കാൻ പറഞ്ഞിരുന്നു, കുടിക്കുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ, നല്ലതുപോലെ കുടിക്കുന്നുണ്ട്. രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഒരു ട്രിപ്പും കൂടി കൊടുത്തേക്കണം. പിന്നെ ഇഞ്ചക്ഷനും കൂടി കൊടുക്കണം. ട്രിപ്പ് കഴിഞ്ഞിട്ട് പോകാം കേട്ടോ. ശരി ഡോക്ടർ. സാധാരണ പോലത്തെ ഗർഭധാരണം അല്ലാത്തതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധക്കുറവ് വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള പേഷ്യന്റുകളിൽ 80% പേരും ഫുൾ ബെഡ് റെസ്റ്റിലായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങളെ ഉപദേശിക്കാനല്ലേ പറ്റൂ. അനുസരിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോഴേക്ക് എല്ലാം ശരിയാവും. ശരി ഡോക്ടർ. സിസ്റ്റർ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. റെസ്റ്റ് എടുക്ക്. അമ്മ വെറുതെ ഭാവനയെ മാത്രം കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ലമ്മേ. ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയതല്ലോ. രാവിലെ മാനസിക്ക് വയറുവേദന വന്നപ്പോ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും കടുത്ത വേദന വരില്ലായിരുന്നു. ആന്റി, ഇതിപ്പോ വേറൊന്നും അല്ല കാര്യം. പൂജ സമയത്ത് മാനസയുടെ ശരീരം നല്ലതുപോലെ ഇളകിയിട്ടുണ്ട്. ഈ സമയത്ത് അങ്ങനെയൊന്നും ശരീരം ഇളകാൻ പാടില്ല. നിനക്കത് ആ സമയത്ത് പറയാൻ പാടില്ലായിരുന്നോ? അപ്പോ ഞാനത് എങ്ങനെ ആന്റി പറയുന്നേ? പൂജാരി ഓരോ ചടങ്ങുകൾ പറയുമ്പോ ഞാൻ അതിന് തടസ്സം നിൽക്കുന്നതാണോ ശരി? അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ ആന്റി തന്നെ എന്നെ കുറ്റപ്പെടുത്തില്ലായിരുന്നോ? ഭാവന പറഞ്ഞല്ലേ ശരി. ചടങ്ങുകൾ മുടങ്ങിയാൽ അമ്മ വെറുതെ ഇരിക്കും. കുടുംബത്തിന്റെ ദോഷം മാറണമെന്ന് പറഞ്ഞ് അമ്മ ആ പോറ്റിയും കൂടി എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഓ അത് ശരി. ഇപ്പൊ ഞാനായില്ലേ കുറ്റക്കാരി? എന്താടാ, ഞാൻ നിന്നെ കൊണ്ട് മനഃപൂർവ്വം വല്ലതും ചെയ്യിച്ചോ? പ്രശ്നവശാൽ കണ്ട കാര്യങ്ങളല്ലേ ചെയ്യിച്ചത്? അമ്മ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതും പിന്നീട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതും. മനസ്സിലായില്ല. ഞാൻ എന്ത് പ്രശ്നമാടാ ഉണ്ടാക്കിയത്? മാനസ ഇങ്ങനൊരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് പിന്നെ ആരാ അമ്മേ? അമ്മ വളരെ ബുദ്ധിപൂർവ്വമല്ലേ ഞങ്ങൾ ആരെയും അറിയിക്കാതെ ഇങ്ങനൊരു കാര്യം ചെയ്തത്? അതെ, അല്ലാതെ നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളത് സമ്മതിക്കുമായിരുന്നോ? ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു ആന്റി. മാനസയുടെ ലൈഫ് ഇല്ലാതാക്കാൻ ഞങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. അമ്മേ, ഇതുപോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കണമായിരുന്നു. പക്ഷെ അമ്മ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അഭിപ്രായം ചോദിച്ചാൽ ആരും അംഗീകരിക്കില്ലെന്ന് ആന്റിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു.